സാബുദാന ഖിച്ചടി അല്ലെ ചൗവരി ഉപ്പുമാവ് ഉണ്ടാക്കിയാലോ? ഇതാണ് കേട്ടോ ആ മുതൽ. മേടിക്കുമ്പോണ്ടല്ലോ മീഡിയം സാഗോ സീഡ്സ് എന്ന് പറഞ്ഞാൽ മേടിക്കാവൂ. ഈ ചൗവരി ഉണ്ടല്ലോ നമ്മൾ നന്നായി ഒരു 3-4 വട്ടം കഴിക്കുന്നുണ്ടല്ലോ ആ വെള്ളം കളയണം, അതിൻ്റെ സ്റ്റാർച്ച് പോകണം. എന്നിട്ട് നേരത്തെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ തലേദിവസം രാത്രി ഒരു 7-8 മണിക്കൂർ നമ്മൾ കുതിർത്ത് വെക്കണേ. അടുത്ത ദിവസം നോക്കുമ്പോണ്ടല്ലോ ഒട്ടിപ്പിടിക്കാതെ ഒരു ഇച്ചിരി പോലും വെള്ളം ബാക്കി നിൽക്കാതെ ഇങ്ങനെ വിട്ട് കിടക്കണം കേട്ടോ. ഈ തലേദിവസത്തെ ഈ പ്രിപ്പറേഷനാണ് ഈ ഉപ്പുമാവ് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടാനുള്ള മെയിൻ ടിപ്പ്. ഉപ്പുമാവ് ഉണ്ടാക്കാണ്ടല്ലോ ഞാൻ ഇവിടെ 2 പൊട്ടറ്റോയും ഒരു 3 പച്ചമുളകും ഇച്ചിരി കരിയാപ്പിലയുമാണ് കേട്ടോ ഇട്ടേക്കുന്നത്. പിന്നെ മെയിനായിട്ട് വേണ്ടിയത് 2 പിടി റോസ്റ്റഡ് കപ്പലണ്ടിയാണ്. ചൂടാറിയ ശേഷം ഈ കപ്പലണ്ടി ഒന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്താൽ മാത്രം മതി കേട്ടോ, ഒത്തിരി പൊടിഞ്ഞു പോകരുത്. ഒരു പാനിൽ ഇച്ചിരി വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ ഒരു ഇച്ചിരി നെയ്യ് ചേർത്തിട്ടുണ്ടല്ലോ 1 ടീസ്പൂൺ ജീരകം പൊട്ടിച്ച് എന്നിട്ട് ഈ അരിഞ്ഞു വെച്ചേക്കുന്ന പൊട്ടറ്റോയും പച്ചമുളകും കരിയാപ്പിലയും ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണേ. പൊട്ടറ്റോ ഒത്തിരി വെന്ത് പോകാൻ നോക്കണം കേട്ടോ. എന്നിട്ട് ഈ സാബുദാന അതിലേക്ക് തട്ടിയിട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇതിൽ ആവശ്യത്തിന് ഉപ്പിടാൻ മറക്കരുത് കേട്ടോ. എന്നിട്ടുണ്ടല്ലോ ഒരു കൈപ്പിടി മല്ലിയിലയും കൂടി ഇട്ടോ. മല്ലിയില വിട്ട് നമുക്കൊരു കളിയില്ല കേട്ടോ. ഇതൊരു മഹാരാഷ്ട്രൻ ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് മല്ലിയില നിർബന്ധമാണ് കേട്ടോ. ഇതിൽ ആ മല്ലിയിലയും പിന്നെ കപ്പലണ്ടിയുടെ ഫ്ലേവറൊക്കെ വരുന്നതാണ് കേട്ടോ ഈ ബ്രേക്ക്ഫാസ്റ്റിനെ വളരെ വ്യത്യസ്തമാക്കുന്നത്. സാബുദാന നല്ല ഹൈ ഇൻ കാർബോഹൈഡ്രേറ്റ്സ് ആണെങ്കിൽ പോലും നല്ല അയൺ, കാൽഷ്യം റിച്ച്, ഗ്ലൂട്ടൻ ഫ്രീ സംഭവമാണ് കേട്ടോ. ഇനി നമ്മൾ ആ പൊടിച്ചു വെച്ചേക്കുന്ന കപ്പലണ്ടിയില്ലേ അത് ഇതിനകത്തൊട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 to 7 മിനിറ്റ്സ് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. അവസാനം വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒന്നുകൊണ്ടൊന്ന് എടുക്കാം കേട്ടോ. സാബുദാന വെന്ത് വരുമ്പം വെളുത്തിരിക്കുന്ന സാബുദാന അതൊരു ഈ ഒരു കളറാവും കേട്ടോ, ഒരു ലൈറ്റ് ബ്രൗൺ കളറാവും. വല്ലപ്പോഴും ഒക്കെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാനോ അല്ലെങ്കിൽ ഒരു ചായയുടെ കൂടെ ഒക്കെ ഒരു സ്നാക്കായിട്ട് കഴിക്കാനോ വളരെ നല്ലൊരു സംഭവമാണ് കേട്ടോ. ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഇതിന്. ഞാൻ ഈ പറയുന്ന പോലെ ഫോളോ ചെയ്യുവാണെങ്കിൽ ഉണ്ടല്ലോ ഈ ഉപ്മാവ് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതെ നമുക്കിങ്ങനെ നല്ല വിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. ബൈ.